നമസ്കാരം. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ജീവിക്കാൻ ആവശ്യമായ ശമ്പളത്തിനായി മഴയും വെയിലും കൊള്ളാൻ തുടങ്ങിയിട്ട് 20 ദിവസം പിന്നിടുകയാണ്. കേരളം പനിയിൽ വിറയ്ക്കുമ്പോൾ നഴ്സുമാർ സർക്കാരിനെയും ആശുപത്രി ഉടമകളെയും വരച്ച വരയിൽ നിർത്തി സമരം ചെയ്യുന്നു എന്ന് ആക്ഷേപിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരിക്കുന്ന നഴ്സുമാർ പണി മുടക്കിയല്ല സമരം ചെയ്യുന്നത്. ജോലി സമയം കഴിഞ്ഞോ അതിന് മുൻപോ മാത്രമാണ് സമരത്തിനായി ഇവർ തെരുവിലിറങ്ങുന്നത്. നാളെ മുതൽ ആശുപത്രികൾ ബഹിഷ്കരിക്കുമെന്ന പഴയ തീരുമാനം മാറ്റിയതും ഈ പ്രതിബദ്ധത മനസ്സിലാക്കിയതുകൊണ്ടാണ്. പക്ഷേ കുറഞ്ഞ വേതനം 20,000 ആക്കണം എന്ന ഉറച്ച തീരുമാനത്തിൽ സമരം തുടരുന്ന ഇവർക്കൊപ്പമാണ് കേരളത്തിന്റെ മനസ്സ്. അല്ലാതെ 144 പ്രഖ്യാപിച്ച് നഴ്സിംഗ് സമരം നേരിടാനൊരുങ്ങുന്ന സർക്കാരിനൊപ്പമല്ല. വ്യാഴാഴ്ച നേരിട്ട് കാണാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഇവരെ നിരാശപ്പെടുത്തരുത്. നഴ്സുമാർ ആവശ്യപ്പെടുന്ന ശമ്പളം കൊടുക്കാൻ കഴിയില്ല എന്ന തീരുമാനം വീണ്ടും ആശുപത്രി ഉടമകൾ ഇന്ന് ആവർത്തിച്ചപ്പോൾ സൂപ്പർ പ്രൈം ടൈം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ജീവിക്കാൻ മാന്യമായ ശമ്പളത്തിനായി തെരുവിലിറങ്ങിയ നഴ്സുമാരുടെ പ്രശ്നം കേൾക്കാൻ സർക്കാരിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തുവെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ആരെ പറ്റിക്കാനാണ്? അടിസ്ഥാന ശമ്പളം തീരുമാനിച്ചതിൽ സർക്കാർ സ്വകാര്യ ആശുപത്രി ഒത്തുകളിയുണ്ടോ? കുറഞ്ഞ കൂലി നിശ്ചയിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാൻ നഴ്സുമാർ തയ്യാറാകണോ? നഴ്സിംഗ് വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് ജോലി ചെയ്യിച്ച് സമരം പൊളിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ജീവന് വില പറയലല്ലേ? ആശുപത്രി ഉടമകളുടെ സമ്മർദ്ദം മറികടന്ന് നഴ്സുമാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ചർച്ചയിൽ സർക്കാരിന് കഴിയുമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ, മുൻ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ, മിനിമം വേജസ് കമ്മിറ്റി അംഗമായ ഡോക്ടർ ഫസൽ ഗഫൂർ, ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ പ്രതിനിധി ലിബിൻ തോമസ്, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രതിനിധി സിബി മുകേഷ് എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയും മാന്യമായ ശമ്പളത്തിനായി സമരം ചെയ്യുന്ന നഴ്സുമാരുടെ പ്രശ്നം കേൾക്കാൻ സർക്കാർ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? സൂപ്പർ പ്രൈം ടൈമിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്.